ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു യാത്ര പോയിന്ന് അതിൻ്റെ വിശേഷങ്ങളെല്ലായിട്ടാണ് ഞാൻ ഇന്ന് വന്നേ. അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പാണിത്. അപ്പോൾ ഗായ്സ്, നമ്മൾ കർണാടകയിലെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോകുന്നത്. കൊറോണയുണ്ട്, എന്താവുന്നൊന്നും അറിയില്ല. അപ്പം നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ നല്ലോണം അടിപൊളി കാഴ്ചകളെല്ലാം ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട് ഈ സ്ഥലങ്ങളെല്ലാം. പിന്നെ നമ്മൾ രാവിലെ 7 മണിക്കാണ് പുറപ്പെട്ടത്. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, എടിയിൽ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഗൈസ്, ഇവിടെ കുറേ കുരങ്ങന്മാരെല്ലാം ഉണ്ട്, ഇതാ കുറേ ഉണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ ഇരുന്നുകൊണ്ട് ബോറടിക്കുന്നതുകൊണ്ട് നമ്മൾ പോയതാണ്. അപ്പം അടിപൊളി തണുത്ത കാറ്റാണ്, പോകാനുള്ള അടിപൊളി സുഖമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഗൈസ്, ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും. അപ്പം ഗൈസ്, നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് ഹോട്ടലിലേക്ക് പോയെന്ന്. അപ്പം നമ്മൾ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. മസാല ദോശയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. മുന്നീസ് ചെയ്യാനോ റിയാനെല്ലാം ഉപ്പരുണ്ട്. അപ്പം നല്ല വൃത്തിയുള്ള ഹോട്ടലിൽ തന്നെയായിരുന്നു. അപ്പം ഗൈസ്, അടിപൊളി മസാല ദോശയായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് അപ്പോൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയത് ഗൈസ്. ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയത് അപ്പോൾ ഗൈസ്, കൊറോണ ആയതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്ത് കുറച്ച് വീഡിയോകളിൽ. അപ്പോൾ ഗൈസ്, നമ്മൾ തിരിച്ചു വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ കയറി. അപ്പോൾ ഗൈസ്, ഞാൻ അവിടുന്നൊരു തൊപ്പി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്തതായി പോയത് കാവേരി നിസാർ ഗേതം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ ബാമ്പു ഫോറസ്റ്റ് പോലെ നാട് ഉണ്ടാകുക. അപ്പോൾ ഗൈസ്, തൂക്കുപാലം ഇവിടെ ഉണ്ട്. പിന്നെ ടിക്കറ്റെല്ലാം വാങ്ങി നമ്മൾ അതിനകത്തേക്ക് നടന്നു പോകുമ്പോൾ ആൾക്കൊരു ചെറിയ പേടി. ഗൈസ്, നമ്മൾ കർണാടകയിലാണുള്ളത്. കർണാടകയിലെ കുശാൻ നഗറിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ തൂക്കുപാലത്തിലോട്ട് നടക്കുമ്പോഴുള്ളൊരു കാഴ്ചയുണ്ട്. കുറെ മീനുണ്ട് അടിയിൽ. ഇവിടെ കയറാൻ വലിയ ആൾക്ക് 20 റുപ്യ വേണം, ചെറിയ ആൾക്ക് 10 റുപ്യ വേണം. അപ്പോൾ ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടുന്ന് വെള്ളത്തിൽ നിന്ന് കുറേ ആൾ ബോട്ടിൽ ഓടിക്കുന്നുണ്ട്. പഴയ തൂക്കുപാലുണ്ട്, മുന്നിൽ തന്നെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. മുന്നിൽ തന്നെ പഴയ തൂക്കുപാലുണ്ട്. ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് കുറേ ആളവിടെ നിന്നിട്ടുണ്ട്. കുറേ ബോട്ടിലവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കുറേ കളിച്ചിന്, ബോട്ടിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ സ്ഥലം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറേ എല്ലാം കളിച്ച്. ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു എനിക്ക്. ഈ പാലൊക്കെ ഇത് അവൻ്റെ പൊട്ടിനെങ്കിലും ഒക്കെ മേടിച്ചതാണ് ഞാൻ. അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി ബാക്കിയുള്ള കാഴ്ചകളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കുറേ ബാമ്പു മരങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബാമ്പു ഫോറസ്റ്റ് എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഇവിടെ നമ്മൾ കുറേ കളിച്ചിട്ടില്ല, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയത്.
അപ്പോൾ ഗൈസ് ഇവിടെ അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇവിടെ ആരെങ്കിലും വരാണ്ടിട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇവിടെ വന്ന് നോക്കും. അടിപൊളി സ്ഥലം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ നിന്നാൽ വേഗം സമയം പോകും, തിരിയുകയും ചെയ്യില്ല. ഞാനും റിയാനും കുറച്ച് സ്ലൈഡിലെല്ലാം പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ നമ്മളിവിടുന്ന് കുറേ ഫോട്ടോയിൽ എടുത്തിന്. കുറേ അടിപൊളി ഫോട്ടോസെല്ലാം എടുത്തിട്ട് ഇവിടുന്ന് കുറേ ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ കാവേരി നദി ഇതിലേട്ടാണ് ഒഴുകുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറേ കളിച്ചിന്. നമ്മളെല്ലാവരും കുറേ കളിച്ചിന്. അതിൽ നമ്മൾ കുറേ ആൾ കളിച്ചിന്. പിന്നെ ഭാരത് ബഹുതരം ചെയ്യൂ. എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ എത്രയോളം വെള്ളം ഉണ്ടായിനി. കാലിലെ കുറേ പാൻറ്റെല്ലാം നല്ലോണം നനഞ്ഞി. കുറച്ച് സമയം പുറത്തെല്ലാം കുറേ നടന്ന് അങ്ങനെ പാൻറ്റെല്ലാം ഉണങ്ങി. ഇത് ഇവിടെയുള്ളൊരു ഏർമാടാണ്. പിന്നെ ഇവിടെ കാണാൻ കുറേ ഭംഗിയെല്ലാം. അങ്ങനെ നടന്നുകൊടുക്കുമ്പോഴാണ് ഇവിടെയൊക്കെ ഒരു മാനിനെ കണ്ടത്. മാനേൻ്റെ കുഞ്ഞുകുട്ടികളെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ മാനിനെയും കണ്ട് കുറച്ച് സമയം ഇവിടെ നിന്നിനി. അപ്പം നമ്മ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് മാന് ഉണ്ടാവും എന്നെല്ലാം നോക്കിനി. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ഈ ഇവിടെ വന്നപ്പോൾ കുറച്ച് മാനിനെ കണ്ട്. അപ്പം ഈ മാനിനെല്ലാം കണ്ടപ്പോൾ കുറച്ച് സന്തോഷമായി. പിന്നെ ഇവിടെ കുറേ റെസ്റ്റ് എടുക്കാൻ കുറേ സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ സിപ്പ് ലൈനെല്ലാം ഉണ്ട്. നമ്മ ആരും പേടിച്ചിട്ട് കയറിയിട്ടില്ല സിപ്പ് ലൈനിലോട്ടെ. അപ്പം ഇത് ഇവരെ നാട്ടിലെ കോലിക്കളിയാണ്. ഇത് കാണാൻ ഒറിജിനൽ പോലെ ഇല്ലേ. പിന്നെ ഇവിടെ കുറച്ച് പേര് ഡാൻസ് കളിക്കുന്നതായിട്ടുമുണ്ട് പെണ്ണുങ്ങളെ. അപ്പം ഇതെല്ലാം കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയെന്ന്. നമുക്ക് 2 ഷോപ്പിലെല്ലാം പോയിനി. അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ നമ്മൾ കുറേ കറങ്ങിയിട്ടല്ലാന്ന് നമ്മൾ വീട്ടിലേക്ക് പോയത്. പിന്നെ വീഡിയോക്ക് ഇത് രക്താവുന്നതുകൊണ്ട് നമ്മൾ ചെറുങ്ങനെ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല മഴയെല്ലാം പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നും ചോറ് കഴിക്കാൻ നിന്നിട്ടില്ല. അവിടുത്തെ ഭക്ഷണമൊന്നും നമുക്ക് പറ്റൂല. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാതെ വിചാരിച്ച് അങ്ങനെ നാട്ടിലത്തെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ അതിനാണ് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോഴത്തേക്കാൾ